ഈ മാച്ച് ഡേയിലെ രണ്ടാം മത്സരം അതൊരു വമ്പൻ പോരാട്ടമാണ്. ബെൽജിയം വേഴ്സസ് സെനഗൽ പോരാട്ടമാണ്. രാത്രി 1:30 സിയാറ്റിൽ സ്റ്റേഡിയത്തിലാണ് ഈ മത്സരം. ഇപ്പോൾ വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന് അസർ ബിൻ അസീസ് കൂടി ചേരുന്നുണ്ട്. അസർ, ആദ്യത്തത് ഇംഗ്ലണ്ട് കോങ്കോ പോരാട്ടമാണ്. പക്ഷെ അതിനേക്കാൾ മികച്ച പോരാട്ടം രാത്രി ആരാധകർക്ക് ഉറക്കമൊഴിക്കാൻ ഒരു കാരണം കൂടി എന്നുള്ളത് തന്നെയാണ്. ബെൽജിയം അവരുടെ സുവർണ്ണ തലമുറയുടെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു. സെനഗലിനാവട്ടെ അവർക്ക് ആഫ്രിക്കയുടെ വലിയ പ്രതീക്ഷയുമായി അവരും എത്തുന്നു. ഒരു ഉശിരൻ പോരാട്ടം, അതിൽ കുറഞ്ഞതൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. തീർച്ചയായും അനിൽ, ഒരു വലിയ മത്സരം തന്നെ ഫുട്ബോൾ ആരാധകർക്ക് കാണാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ ആ സമയത്ത് ഉറക്കമൊഴിച്ചിരുന്നാലും നഷ്ടങ്ങൾ സംഭവിക്കാത്ത ഒരു മത്സരമായി അത് മാറിയേക്കാം. കാരണം രണ്ട് കരുത്തരായ ടീമുകൾ തമ്മിലുള്ള മത്സരമാണ്. യൂറോപ്പിൽ നിന്നെത്തുന്ന ബെൽജിയവും അതോടൊപ്പം തന്നെ ആഫ്രിക്കൻ കരുത്തരായി എത്തുന്ന സെനഗലും തമ്മിലാണ് ആ പോരാട്ടം. നമുക്കറിയാം, ഈ ബെൽജിയത്തിൻ്റെ ഒരു സുവർണ്ണ കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലെ ചില താരങ്ങൾ ഇപ്പോഴും ആ ടീമിനോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ് ആ ടീമിൻ്റെ കരുത്ത്. ലുക്കാക്കുവും കെവിൻ ഡുബ്രൂയിനും ഉൾപ്പെടെയുള്ള താരങ്ങൾ ആ ടീമിനൊപ്പം കളിക്കുന്നു. കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം അവർ ഗോൾ കണ്ടെത്തുന്നു. ആ ഗോൾ കണ്ടെത്തുന്നത് ആ ടീമിന് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. അതോടൊപ്പം തന്നെ അവരുടെ ഗോൾ വല കാക്കുന്നത് കുർട്ടോയ്സാണ്. കുർട്ടോയ്സിൻ്റെ പ്രകടനം കഴിഞ്ഞ ലോകകപ്പിൽ ഉൾപ്പെടെയുള്ള മത്സരങ്ങളിൽ നമ്മൾ കണ്ടതുമാണ്. മറുപുറത്ത് ആഫ്രിക്കയിൽ നിന്നെത്തുന്ന ആഫ്രിക്കൻ നേഷൻസ് കപ്പിൽ ഫൈനലിൽ മൊറോക്കോയോട് മികച്ച മത്സരം പുറത്തെടുക്കുകയും നിയമങ്ങളുടെ കുരുക്കുകളിൽപ്പെട്ട ആ കിരീടം നഷ്ടപ്പെടുകയും ചെയ്തൊരു ടീമാണ് സെനഗൽ. സാദിയോ മാനെ ഉൾപ്പെടെയുള്ള താരങ്ങൾ ആ ടീമിലുണ്ട്. സാദിയോ മാനെ ഈ ലോകകപ്പിൽ കാര്യമായ പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടില്ലെങ്കിൽ കൂടി മറ്റു താരങ്ങളുടെ മികച്ച പ്രകടനം ടീമിന് ആത്മവിശ്വാസം നൽകുന്നതാണ്. 3 ഗോളുകൾ നേടി സെനഗലിൻ്റെ ടോപ്പ് സ്കോററായി മാറിയിരിക്കുന്നത് ഇസ്മായിൽ സാറാണ്. ഇസ്മായിൽ സാറിൻ്റെ പ്രകടനമെല്ലാം ആ സെനഗൽ ടീമിന് നൽകുന്ന ആത്മവിശ്വാസവും ചെറുതല്ല. അതോടൊപ്പം തന്നെ പെപ്പെ ഗുയെ എന്നൊരു താരത്തിൻ്റെ ഉദയം കൂടി ഈ ലോകകപ്പിൽ നമുക്ക് ഒരു മികച്ച പ്രകടനത്തിലൂടെ കാണാൻ കഴിയുന്നുണ്ട്. അത്തരത്തിൽ കരുത്തരായ ശക്തരായ 2 ടീമുകളാണ് ഇന്ന് നടക്കുന്ന റൗണ്ട് ഓഫ് 32 മത്സരത്തിൽ ഏറ്റുമുട്ടാൻ പോകുന്നത്. എന്തായാലും മികച്ചൊരു മത്സരം തന്നെയായിരിക്കും ഇത് എന്നുള്ളതിൽ സംശയമില്ല അനിൽ. ഈ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതാണ്, ഈ പല ബെൽജിയം താരങ്ങളും കഴിഞ്ഞ ലോകകപ്പുകളിലൊക്കെ തന്നെ അവരുടെ സുവർണ്ണ തലമുറ എന്ന് പറഞ്ഞ് വല്ലരും വന്നു. പക്ഷേ അവരൊക്കെ തന്നെ കാലിടുന്ന കാഴ്ചയാണ് കണ്ടത്. ഇത്തവണ അവരുടെ തുടക്കവും വളരെ അത്ര നല്ലതാണെന്ന് പറയാൻ കഴിയില്ല ബെൽജിയത്തിൻ്റെ. പക്ഷേ അവസാന മത്സരത്തിൽ ഒരു തകർപ്പൻ ജയം, പ്രത്യേകിച്ച് ട്രൊസാഡിനെ പോലുള്ള താരങ്ങൾ നിറഞ്ഞു കളിച്ചത് കൊണ്ടാണ് അവർക്ക് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി തന്നെ മുന്നേറാൻ സാധിച്ചത്. പക്ഷേ സെനഗലിനെതിരെ വരുമ്പോൾ അവരെ സാദിയോ മാനയുണ്ട്, ഒപ്പം തന്നെ കൂലിബാലി അടക്കമുള്ള ആഫ്രിക്കയുടെ ശരിക്കും പറഞ്ഞാൽ അവരാണ് ചാമ്പ്യന്മാർ. പിന്നീട് പ്രശ്നങ്ങളിലൊക്കെ തന്നെ കുടുങ്ങി, ഇല്ലെങ്കിൽ അവരുടെ ആ സ്റ്റേഡിയത്തിൽ നിന്നുള്ള പിൻവാങ്ങലിൻ്റെ പേരിലാണ് ആ ട്രോഫി മൊറോക്കോയ്ക്ക് കൊടുക്കുന്നത്. അപ്പോൾ സെനഗലിനെതിരായ പോരാട്ടം ഇത് ഒരുപക്ഷെ കാലിടറിയാൽ ആ സുവർണ്ണ തലമുറയ്ക്ക് ഇനിയൊരു അവസരമില്ല. ഡു ഓർ ഡൈ മാച്ചോ അല്ലെങ്കിൽ ഇപ്പോഴല്ലെങ്കിൽ പിന്നീടില്ല എന്ന് പറയുന്നത് പോലെ ആയി പോകുമല്ലോ. തീർച്ചയായും അനിൽ, അതായത് ഇനി ഒരു കാലഘട്ടം ലുക്കാക്കുവിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ കെവിൻ ഡിബ്രൂയിനെ സംബന്ധിച്ച് ഇനിയൊരു ലോകകപ്പ് കളിക്കാൻ സാധ്യതയില്ല. കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ കഴിഞ്ഞ 2 ലോകകപ്പിലും കേട്ടിരുന്നതാണ് ബെൽജിയത്തിൻ്റെ സുവർണ്ണ തലമുറ പന്ത് തട്ടാൻ എത്തുന്നു. ഒരു പക്ഷേ കിരീടത്തിലേക്ക് വരെ എത്താവുന്ന കരുത്തുള്ള ടീമായി ബെൽജിയം മാറുമെന്നുള്ളത് കഴിഞ്ഞ ലോകകപ്പുകളിലെല്ലാം നമ്മൾ ചർച്ച ചെയ്തതും പലതവണ ആ പ്രതീക്ഷയോടുകൂടി ബെൽജിയത്തിൻ്റെ മത്സരങ്ങളെ വീക്ഷിച്ചിരുന്നതുമാണ്. എന്നാൽ വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ ബെൽജിയത്തിന് കഴിയാതെ പോകുന്നത് ഫുട്ബോൾ ആരാധകർക്ക് നൽകുന്ന നിരാശ ചെറുതല്ല. ഇത് ഒരു മികച്ച അവസരമാണ്. പക്ഷേ ഈ ഒരു മത്സരം, നോക്കൗട്ടിലെ ഈ മത്സരം എളുപ്പമാണെന്നോ അല്ലെങ്കിൽ ഒരു ഈസി വാക്ക് ഓവർ ബെൽജിയത്തിന് നൽകുമെന്നോ നമുക്ക് പറയാൻ കഴിയില്ല. അനിൽ സൂചിപ്പിച്ച കൗലിബാലി പരിക്കിൻ്റെ പിടിയിലാണെന്നുള്ള ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രകടനവും ഈ പ്രതിരോധത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനവും മികച്ചതല്ല കഴിഞ്ഞ മത്സരങ്ങളിൽ എന്നുള്ള ഒരു വിലയിരുത്തൽ കൂടി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ പകരക്കാരുടെ നിരയിലേക്ക് കൗലിബാലി പോകാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ള ചില റിപ്പോർട്ടുകളും വരുന്നുണ്ട്. എന്തായാലും കരുത്തരായ ടീമുകൾ, 2 ടീമുകളിലും എടുത്തു പറയാവുന്ന ഏത് സമയത്തും ആക്രമണങ്ങൾ അഴിച്ചുവിടാൻ കെൽപ്പുള്ള ഒരു മത്സരത്തിൻ്റെ ഗതി മാറ്റാൻ ശേഷിയുള്ള താരങ്ങളുള്ള 2 ടീമുകൾ തമ്മിലുള്ള പോരാട്ടമാണ്. ഒരുപക്ഷെ ബെൽജിയത്തിന്, ഫുട്ബോൾ ആരാധകർ എന്നുള്ള രീതിയിൽ നമുക്ക് പ്രതീക്ഷിക്കാം, ബെൽജിയത്തിന് ഒരു മികച്ച മത്സരം പുറത്തെടുത്ത് വിജയിച്ച് വരാൻ സാധിക്കട്ടെ. ഒരുപക്ഷെ ഇനി ആ സുവർണ്ണ തലമുറ പന്ത് തട്ടാൻ ബെൽജിയത്തിനായി എത്തിയില്ലെങ്കിൽ അതൊരു തീരാ നഷ്ടമാകും. മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഈ ലോകകപ്പിൽ മുന്നോട്ടുള്ള യാത്ര ബെൽജിയത്തിന് സുഖമാകട്ടെ എന്ന് നമുക്ക് കരുതാം. എന്നാലും അപ്പുറത്തുള്ള സെനഗലിനെ ഒരിക്കലും ചെറുതായി കാണാൻ കഴിയില്ല. കരുത്തരാണ്, ആഫ്രിക്കൻ ടീമുകൾക്കിടയിൽ കരുത്ത് തെളിയിച്ചെത്തുന്ന ടീമാണ്. എന്തായാലും ഒരിക്കൽ കൂടി പറയുന്നു, മികച്ചൊരു മത്സരം തന്നെയായിരിക്കും. ഉറക്കമൊഴിച്ച് ആ മത്സരം കാണുന്നത് ഒരിക്കലും പാഴാകില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അനിൽ.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.